ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ സൗമ്യ അജിൻ. ഇന്ന് ബയോകെമിസ്ട്രിയിലെ അസസ്മെൻറ്റ് ഓഫ് പ്രോട്ടീൻസ് എന്ന ടോപ്പിക്കാണ്. പ്രോട്ടീൻ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല പാരാമീറ്റേഴ്സ് ഉണ്ട്. അതിൽ ആദ്യത്തേത് ഡൈജസ്റ്റിബിലിറ്റി കോഎഫിഷ്യൻറ്റ്, ബയോളജിക്കൽ വാല്യൂ, നെറ്റ് പ്രോട്ടീൻ യൂട്ടിലൈസേഷൻ, അമിനോ ആസിഡ് സ്കോർ, പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ, പ്രോട്ടീൻ എനർജി റേഷൻ. ഇതിൽ ഓരോന്നും നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. First one, digestibility coefficient. It is the percentage of ingested proteins that is absorbed in the bloodstream. നമ്മൾ കഴിച്ച ഫുഡിൽ നിന്നുള്ള പ്രോട്ടീൻസ്, അതായത് ഇൻജസ്റ്റഡ് പ്രോട്ടീൻസ് എത്ര ശതമാനം ബ്ലഡ് സ്ട്രീമിലേക്ക് അബ്സോർബ് ചെയ്യപ്പെട്ടു എന്നതിനെയാണ് ഡൈജസ്റ്റിബിലിറ്റി കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. അതായത് ഇൻജസ്റ്റഡ് നൈട്രജൻ മൈനസ് ഫീക്കൽ എക്സ്ക്രീറ്റഡ് നൈട്രജൻ. കാരണം ഈ പ്രോട്ടീൻസ് ഒക്കെ കൂടുതലും നൈട്രജൻ അല്ലേ, അപ്പം നമ്മൾ എത്രത്തോളം ഇൻജസ്റ്റഡ് ആക്കി നൈട്രജൻ, അതേ മൈനസ് ഫീക്കൽ എക്സ്ക്രീറ്റഡ്, നമ്മൾ എത്രത്തോളം ദഹിക്കാതെ നൈട്രജൻ പുറത്തു പോയിട്ടുണ്ട്. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് ഇൻജസ്റ്റഡ് പ്രോട്ടീൻസ് ആണ് ഡൈജസ്റ്റിബിലിറ്റി കോഎഫിഷ്യൻറ്റ്. നെക്സ്റ്റ്, ബയോളജിക്കൽ വാല്യൂ. ബയോളജിക്കൽ വാല്യൂ ഈസ് ദി പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ റീറ്റെയിൻഡ് ഔട്ട് ഓഫ് ദി നൈട്രജൻ അബ്സോർബ്ഡ് ഫ്രം ദി ഡയറ്റ്. അതായത് എത്രത്തോളം നൈട്രജൻ റിറ്റെയിൻ ചെയ്തു, അതായത് കുറച്ച് ഫീക്കസ് യൂറിൻ വഴിയൊക്കെ എക്സ്ക്രീഷൻ വഴി പുറത്തു പോകും, ബാക്കിയുള്ള എത്രത്തോളം നൈട്രജൻ അബ്സോർബ് ചെയ്യപ്പെട്ടു എന്നുള്ളതിൻ്റെ കണക്കാണ് ബയോളജിക്കൽ വാല്യൂ. അതായത് അബ്സോർബ്ഡ് നൈട്രജൻ മൈനസ് നൈട്രജൻ എക്സ്ക്രീറ്റഡ് ഇൻ ദി യൂറിൻ ആൻഡ് ഫീക്കസ്. Biological value is defined as percentage of absorbed nitrogen retained by the body. അതിന് ഇക്വേഷൻ ഉണ്ട്, നൈട്രജൻ റീറ്റെയിൻഡ് ബൈ നൈട്രജൻ അബ്സോർബ്ഡ് ഇൻറ്റു 100. ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചിരിക്കണം, നൈട്രജൻ റീറ്റെയിൻഡ് ബൈ നൈട്രജൻ അബ്സോർബ്ഡ് ഇൻറ്റു 100. ബയോളജിക്കൽ വാല്യൂ ഇസ് ഡിറൈവ്ഡ് ഫ്രം പ്രൊവൈഡിങ് എ മെഷർ ഇൻടേക്ക് ഓഫ് പ്രോട്ടീൻ. എത്രത്തോളം പ്രോട്ടീൻ ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു കണക്കാണ് ബയോളജിക്കൽ വാല്യൂ എന്ന് പറയുന്നത്. ദെൻ ഡിറ്റർമിനിങ് ദി നൈട്രജൻ അപ്ടേക്ക് വേഴ്സസ് ദ നൈട്രജൻ എക്സ്ക്രീഷൻ. മീൻസ് നമ്മൾ പഠിച്ചല്ലോ, നൈട്രജൻ റിറ്റെയിൻ മൈനസ് നൈട്രജൻ എക്സ്ക്രീഷനാണ് ബയോളജിക്കൽ വാല്യൂ. ബയോളജിക്കൽ വാല്യൂ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ വെജിറ്റേറിയൻസ് ആൻഡ് വീഗൻസ്. അതായത് ആനിമൽ പ്രോട്ടീൻസ് കഴിക്കാത്ത വെജിറ്റേറിയൻസിനും വീഗൻസിൻ്റെയും കാര്യത്തിൽ ബയോളജിക്കൽ വാല്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവർക്ക് എല്ലാ പ്രോട്ടീനും ഫുഡ് വഴി കിട്ടുന്നില്ല. അപ്പോൾ അതിനനുസരിച്ച് ആനിമൽ പ്രോട്ടീൻ കിട്ടാത്തത് കൊണ്ട് അതിനനുസരിച്ചിട്ട് അവരുടെ ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇൻ ജനറൽ ആനിമൽ പ്രോട്ടീൻസ് ഹാവ് എ ഹയർ ബയോളജിക്കൽ വാല്യൂ ദാൻ ദി വെജിറ്റബിൾ പ്രോട്ടീൻ ഡ്യൂ ടു ദി റിസംബ്ലൻസ് ഓഫ് ദി ഹ്യൂമൻസ് ആൻഡ് ആനിമൽസ്. അതായത് എപ്പോഴും ആനിമൽ പ്രോട്ടീൻസ് തന്നെയാണ് സുപ്പീരിയർ. അതുകൊണ്ട് വെജിറ്റേറിയൻസിനും വീഗൻസിനും ഒക്കെ പ്രോട്ടീൻ വളരെ, അല്ലെങ്കിൽ ബയോളജിക്കൽ വാല്യൂ വളരെ കുറവുള്ള ഫുഡാണ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രോട്ടീൻ സോഴ്സസ് ഉള്ള, അല്ലെങ്കിൽ ഹൈ ബയോളജിക്കൽ വാല്യൂ ഉള്ള ഫുഡ് കൂടി അവർ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. ഇനി ഓരോ പ്രോഡക്റ്റിൻ്റെയും ബയോളജിക്കൽ വാല്യൂ നോക്കാം. എഗ്ഗിന് 93.7 ആണ്. അപ്പം ഈ വാല്യൂസൊക്കെ ചിലതിൽ വ്യത്യാസം കാണും, ചില ടേബിൾസിൽ വ്യത്യാസം, ചിലതിൽ 96, അങ്ങനെ പലത് കാണാം. ഏകദേശം പഠിച്ചു വയ്ക്കുക. എഗ്ഗിന് 93.7, മിൽക്കിന് 84.5, ഫിഷിന് 76, ബീഫിന് 74, സോയാബീൻ 72, റൈസ് പോളിഷ്ഡ് 64, വീറ്റ് 64, കോൺ 60, ബീൻസ് 58. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടേബിൾ ഉറപ്പായിട്ടും പഠിച്ചു വയ്ക്കുക. എഗ്ഗിൻ്റെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, കാരണം നമ്മൾ റെഫറൻസ് പ്രോട്ടീനായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ്. അത് 93 ആണ്. എഗ്ഗിനാണ് ഏറ്റവും കൂടുതൽ ബയോളജിക്കൽ വാല്യൂ ഉള്ളത്. പിന്നെ മിൽക്കിന് 84, ഫിഷ് 76, സോയാബീൻ 72, റൈസ് 64. ഇത്രയെങ്കിലും പഠിച്ചു വെച്ചിരിക്കണം. നെക്സ്റ്റ്, പ്രോട്ടീൻ അസസ്മെൻറ്റ് മെത്തേഡാണ് നെറ്റ് പ്രോട്ടീൻ യൂട്ടിലൈസേഷൻ, അല്ലെങ്കിൽ NPU. NPU defined as the percentage of ingested protein which is deposited as a tissue protein. നമുക്ക് ഇൻജസ്റ്റ് ചെയ്യപ്പെട്ട പ്രോട്ടീൻ ഡെപ്പോസിറ്റഡ് ആസ് എ ടിഷ്യൂ പ്രോട്ടീനായിട്ട് എത്രത്തോളം ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടുണ്ട്, അതിനെയാണ് NPU എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻ PB മൈനസ് PA ബൈ PI ഇൻറ്റു 100. ഇവിടെ PB എന്ന് വെച്ചാൽ ടോട്ടൽ ബോഡി പ്രോട്ടീൻ അറ്റ് ദ എൻഡ് ഓഫ് ഫീഡിംഗ് ട്രയൽ.
PA is the total body protein at the beginning of the feeding trial. PI means the amount of protein consumed over the feeding trial. അതായത് ടോട്ടൽ ബോഡി പ്രോട്ടീൻ അറ്റ് ദ എൻഡ് ഓഫ് ദി ഫീഡിംഗ് ട്രയൽ മൈനസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ഫീഡിംഗ് ട്രയൽ ഡിവൈഡഡ് ബൈ ദ എമൗണ്ട് ഓഫ് പ്രോട്ടീൻ കൺസ്യൂമഡ് ഓവർ ദി ഫീഡിംഗ് ട്രയൽ. NBUവിൻ്റെ ഡെഫിനിഷനും ഓർത്ത് വയ്ക്കുക. പെർസെൻറ്റേജ് ഓഫ് ഇൻജസ്റ്റഡ് പ്രോട്ടീൻ വിച്ച് ഈസ് ഡെപ്പോസിറ്റഡ് ആസ് ടിഷ്യൂ പ്രോട്ടീൻ. NBU is a better nutritional index than the biological value. ബയോളജിക്കൽ വാല്യൂവിനേക്കാളും നല്ലൊരു പാരാമീറ്ററാണ് നെറ്റ് പ്രോട്ടീൻ യൂട്ടിലൈസേഷൻ. അതിന് വേണ്ടിയിട്ട് വേറൊരു സിമ്പിളായിട്ടുള്ള കാൽക്കുലേഷൻ പറയുന്നത് നൈട്രജൻ റീറ്റെയിൻഡ് ബൈ നൈട്രജൻ അബ്സോർബ് ഇൻറ്റു 100. നമ്മൾ ബയോളജിക്കൽ വാല്യൂവിൽ പറഞ്ഞ അതേ ഇക്വേഷൻ തന്നെയാണ് പറയുന്നത്. നെക്സ്റ്റ് പാരാമീറ്ററാണ് പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ. പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ ഈസ് ദി gain in the weight of growing animals per gram of protein eaten. അതായത് എത്രത്തോളം വെയിറ്റ് കൂടി എന്നതിൻ്റെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഗ്രോയിങ് ആനിമൽസ് പെർ ഗ്രാം ഓഫ് പ്രോട്ടീൻ ഈറ്റൻ. അതായത് വെയിറ്റ് ഗെയിൻ ഡിവൈഡഡ് ബൈ പ്രോട്ടീൻ കൺസ്യൂംഡ്. 1 ഗ്രാം പ്രോട്ടീൻ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ എത്രത്തോളം വെയിറ്റ് കൂടി, അതിനെയാണ് നമ്മൾ പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷനാണ് ഗെയിൻ ഇൻ ബോഡി വെയ്റ്റ് divided by protein ingested in gram. Next parameter ആണ് chemical score. This is based on the chemical analysis of protein for the composition of essential amino acids which is then compared with a reference protein. കെമിക്കൽ സ്കോറിൽ വരുന്നത് കെമിക്കൽ അനാലിസിസ് ഓഫ് പ്രോട്ടീൻ ആണ്. അതായത് പ്രോട്ടീനെ കമ്പയർ ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു റെഫറൻസ് പ്രോട്ടീൻ ഉപയോഗിക്കും. റെഫറൻസ് പ്രോട്ടീൻ ഏതാണ്? എഗ് പ്രോട്ടീൻ ആണ് റെഫറൻസ് പ്രോട്ടീൻ. The chemical score is defined as ratio between quantity of the most limiting essential amino acids in the test protein to the quantity of the same amino acid in the egg protein. Egg protein റെഫറൻസ് ആയിട്ട് വെച്ചിട്ട് ബാക്കിയുള്ള ഫുഡിലുള്ള പ്രോഡക്റ്റിൻ്റെ എസെൻഷ്യൽ അമിനോ ആസിഡ്സിനെ കമ്പയർ ചെയ്യുന്ന മെത്തേഡാണ് കെമിക്കൽ സ്കോറിംഗ്. കെമിക്കൽ സ്കോർ കണ്ടുപിടിക്കുന്നത് മില്ലിഗ്രാം ഓഫ് ലിമിറ്റിംഗ് അമിനോ ആസിഡ്സ് പെർ ഗ്രാം ഓഫ് ടെസ്റ്റ് പ്രോട്ടീൻ by milligram of same amino acids per gram of egg protein into 100. ലിമിറ്റിംഗ് അമിനോ ആസിഡ്സ് നമ്മൾ പഠിച്ചല്ലോ ഏതൊക്കെയാണ്, ലൈസിൻ അങ്ങനെ കുറേ ഉണ്ട്. അപ്പം അതേ ബൈ എഗ് പ്രോട്ടീൻ ഇൻറ്റു 100. ഈ ടേബിളിൽ ഓരോ പ്രോഡക്റ്റിൻ്റെയും പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ, ബയോളജിക്കൽ വാല്യൂ, നെറ്റ് പ്രോട്ടീൻ യൂട്ടിലൈസേഷൻ, കെമിക്കൽ സ്കോർ എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. എഗ്ഗിൻ്റെ നമ്മൾ പഠിച്ചിരുന്നു ബയോളജിക്കൽ വാല്യൂ 94 ആണ്. അതിൻ്റെ പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ 4.5, NPU 90, കെമിക്കൽ സ്കോർ 100 ആണ്. അപ്പോൾ ഇതിൻ്റെ അത്യാവശ്യം എഗ്ഗ്, മിൽക്ക്, ഫിഷ്, മീറ്റ്, റൈസ് ഇത്രയും പഠിച്ചു വെച്ചിരിക്കുക. ലാസ്റ്റ് ടേബിൾ ലിമിറ്റിംഗ് അമിനോ ആസിഡ്സ് ആണ്. അതിൽ ഫിഷിലുള്ളത് ട്രിപ്റ്റോഫാൻ, റൈസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലൈസിനും ത്രിയോണൈനും, വീറ്റിലും സെയിം തന്നെ. പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ ആണ് ആദ്യം കിടക്കുന്നത്. അപ്പോൾ അത് എഗ്ഗിലാണ് ഏറ്റവും കൂടുതൽ 4.5. അതേപോലെ ബയോളജിക്കൽ വാല്യൂയും എഗ്ഗിലാണ് കൂടുതലുള്ളത്. NPUവും ഏറ്റവും കൂടുതലുള്ളത് എഗ്ഗിലാണ്. കെമിക്കൽ സ്കോറും എഗ്ഗിലാണ്. എല്ലാം എഗ്ഗിലാണ്. അതുകൊണ്ടാണ് ഞാൻ റെഫറൻസ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് മിൽക്ക്, അത് കഴിഞ്ഞ് ഫിഷ്, മീറ്റ്, പിന്നീടാണ് സെറിയൽസ് ആയിട്ടുള്ള റൈസ്, വീറ്റ് എന്നിവയൊക്കെ വരുന്നത്. നെക്സ്റ്റ് RDA ഓഫ് ഇമ്പോർട്ടൻറ്റ് ന്യൂട്രിയൻസ്, അതായത് റെക്കമെൻഡഡ് ഡെയിലി അലവൻസ് എത്ര വെച്ചിട്ടാണെന്ന്. ഡെയിലി നമുക്ക് കാർബോഹൈഡ്രേറ്റ് 400 ഗ്രാം, ഫാറ്റ് 70 ഗ്രാം മതി, പ്രോട്ടീൻസ് 56 ഗ്രാം, എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് 4 ഗ്രാം. പിന്നെ വിറ്റമിൻസിന് നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞതാണ് ഓരോ കണക്കും. റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസിൽ എന്ന് വെച്ചാൽ RDA റെപ്രസെൻറ്റ്സ് ദി ക്വാണ്ടിറ്റീസ് ഓഫ് ദി ന്യൂട്രിയൻസ് ടു ബി provided in the diet daily for maintaining good health and physical efficiency of the body. നമ്മളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് എത്രത്തോളം പ്രോട്ടീൻസും ഫാറ്റും ഒക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതിൻ്റെ കണക്കാണ് RDA എന്ന് പറയുന്നത്. അതിൽ എത്ര കാർബോഹൈഡ്രേറ്റ് വേണം, പ്രോട്ടീൻ വേണം, ഫാറ്റ് വേണം എന്നൊക്കെ ഉറപ്പായിട്ടും പഠിച്ചു വെച്ചിരിക്കണം. ഇനി ഈ RDA ഓരോ ആൾക്കാർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. സെക്സ് അനുസരിച്ച് ഡിഫറെൻ്റ് ആകും. RDA ഫോർ മെൻ ഈസ് അബൌട്ട് 20% ഹയർ ദാൻ ദി
വിമൻസ്, അതായത് ലേഡീസിനേക്കാളും കൂടുതൽ പുരുഷന്മാർക്ക് RDA വേണം, കുറച്ചും കൂടെ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഒക്കെ വേണം. പക്ഷേ അയണിൻ്റെ കാര്യം വരുമ്പോൾ മാത്രം തിരിച്ചാണ്, ലേഡീസിനാണ് കുറച്ചും കൂടെ വേണ്ടത്. കാരണം മെൻസ്ട്രൽ പീരീഡിലൊക്കെ ഒരുപാട് അയൺ നഷ്ടപ്പെടുന്നുണ്ട്, അനീമിയ കൂടുതൽ ലേഡീസിലാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് അയൺ കൂടുതൽ വേണം. അതുപോലെ ബാക്കി എല്ലാം പ്രോട്ടീൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രഗ്നൻറ്റും ലാക്ടേറ്റിങ്ങുമായിട്ടുള്ള ലേഡീസിനും കൂടി എക്സ്ട്രാ വേണം. ഇനി ബാലൻസ്ഡ് ഡയറ്റ് എന്താണെന്ന് നോക്കാം. ബാലൻസ്ഡ് ഡയറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡയറ്റ് വിച്ച് കണ്ടെയ്ൻസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് processing the nutrients, carbohydrates, fats, proteins, vitamins and minerals in a proportion to meet the requirements of the body. അതായത് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത് ഇതിൽ കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ, വിറ്റമിൻ എന്നിവയെല്ലാം വേണ്ട അളവിൽ നമ്മുടെ ബോഡിക്ക് ആവശ്യത്തിനുള്ള രീതിയിൽ വേണ്ട പ്രൊപ്പോർഷനിലുള്ള ഒരു ഡയറ്റിനെയാണ് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ഇനി ഇത്രയും പഠിച്ച കാര്യങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫുഡ് ഈസ് അക്സെപ്റ്റഡ് ആസ് എ റെഫറൻസ് പ്രോട്ടീൻ? നമുക്കറിയാമല്ലോ റെഫറൻസ് പ്രോട്ടീൻ എന്താണ്? എഗ്ഗാണ്. കാരണം അതിന് നല്ല ബയോളജിക്കൽ വാല്യൂയും ഡൈജസ്റ്റിബിലിറ്റിയൊക്കെ ഉള്ളത് കൊണ്ടാണ് അതിനെ റെഫറൻസ് പ്രോട്ടീനായിട്ട് ഉപയോഗിക്കുന്നത്. കൂടാതെ എല്ലാ 9 എസൻഷ്യൽ അമിനോ ആസിഡ്സും ഈ എഗ്ഗിലുണ്ട്. അടുത്തത് ഓൾ ഓഫ് ദി ഫോളോയിങ് ആർ ട്രൂ അബൌട്ട് NPU എക്സെപ്റ്റ്. NPU മീൻസ് നെറ്റ് പ്രോട്ടീൻ യൂട്ടിലൈസേഷൻ. അപ്പം ഇതിലേതാണ് തെറ്റായിട്ടുള്ളത്? ഫസ്റ്റ് ഓപ്ഷൻ NPU ഓഫ് കൗ മിൽക്ക് ഈസ് 81%. നമ്മൾ പറഞ്ഞല്ലോ 80%-ന് മുകളിലായിരിക്കും NPU. ഇഫ് NPU ഈസ് ലോ മോർ പ്രോട്ടീൻ ഈസ് റിക്വയർഡ്. ഇതൊക്കെ ബയോളജിക്കൽ വാല്യൂ ഇതെല്ലാം കുറവാണെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മുടെ ബോഡിക്ക് കൂടുതൽ പ്രോട്ടീൻ വേണം. NPU ഓഫ് ആവറേജ് ഇന്ത്യൻ ഫുഡ് ഈസ് 50 to 80%. അതും കറക്റ്റാണ്. അപ്പം ഓപ്ഷൻ D ആണ് തെറ്റ്. NPU കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഡൈജസ്റ്റിബിലിറ്റി കോഎഫിഷ്യൻറ്റ് ഇൻറ്റു ബയോളജിക്കൽ വാല്യൂ ബൈ 100. നെക്സ്റ്റ് ഹയസ്റ്റ് എമൗണ്ട് ഓഫ് പ്രോട്ടീൻ പെർ 100 gram ഈസ് ഇൻ. 100 ഗ്രാമിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ളത് ഏതിലാണ്? ആൻസർ സോയാബീൻ. അതായത് പ്ലാന്റ് ഫുഡ്സിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കണ്ടൻ്റ് ഉള്ളത് സോയാബീനിലാണ്. അതായത് 43.2 gram ഓഫ് പ്രോട്ടീൻസ് പെർ 100 gram ആണ് സോയാബീനുള്ളത്. നെക്സ്റ്റ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ബയോളജിക്കലി കംപ്ലീറ്റ് പ്രോട്ടീൻ? ബയോളജിക്കലി കംപ്ലീറ്റ് പ്രോട്ടീൻ അല്ലാത്തത് ഏത്? അപ്പോൾ നമ്മൾ പഠിച്ചല്ലോ ആനിമൽ പ്രോട്ടീനാണ് കുറച്ചും കൂടി സുപ്പീരിയർ. അപ്പം ഇതിൽ ആനിമൽ പ്രോട്ടീൻ അല്ലാത്തത് സോയാബീനാണ്. അതുകൊണ്ട് അതാണ് നോട്ട് എ ബയോളജിക്കലി കംപ്ലീറ്റ് പ്രോട്ടീൻ. ഈ ഓപ്ഷനിൽ തന്നെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളത് എഗ്ഗാണ്. നെക്സ്റ്റ് ദ ഗെയിൻ ഇൻ ദി ബോഡി വെയ്റ്റ് പെർ ഗ്രാം ഓഫ് പ്രോട്ടീൻ ഇൻജസ്റ്റ് ഈസ് നോൺ ആസ്. ബോഡി വെയ്റ്റ് വെച്ചിട്ടുള്ള മെഷർമെൻറ്റ് ഏതിലാണ് നോക്കുന്നത്? ഓപ്ഷൻ ബി പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ. ദ ഫോളോയിങ് ഹാസ് ദി ഹയസ്റ്റ് പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ എഫിഷ്യൻസി ഉള്ളത് ഏതിലായിരിക്കും? എഗ് പ്രോട്ടീൻ. അതുകൊണ്ടാണിത് റെഫറൻസ് പ്രോട്ടീനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ടോപ്പിക്ക് കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ ആൻറ്റി ഓക്സിഡൻസ്, ഫ്രീ റാഡിക്കൽസ് എന്ന ടോപ്പിക്കുമായി കാണാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.